ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രസം ഉണ്ടാക്കാമല്ലോ. നമുക്ക് വിഷുവൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നല്ല പഴുത്ത 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണം വെട്ടി നന്നായിട്ട് തിരുമ്പിയെടുക്കുക. നന്നായി തിരുമ്പിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ സാധനമാണ് ഉലുവാപ്പൊടി, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ മല്ലിയില, പച്ചമല്ലി ഒന്ന് ചതച്ചെടുത്തത്, പൊടിച്ചെടുത്തത്, അതുപോലെ പിന്നെ ആവശ്യത്തിന് കുരുമുളക് ചേർക്കുക. കുരുമുളക് നന്നായിട്ട് പൊടിച്ച്, നല്ല പൊടി വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ. പിന്നെ കായപ്പൊടിയില്ല, ഞാൻ കായം വറുത്ത് ശരിയായില്ല, എന്നാലും കായം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് തന്നെയാണത്. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, നമുക്ക് വെള്ളം കൂടുതൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വെക്കണ്ട. പിന്നെ മുളക് പൊടി ഇടാണ്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, ചിലർക്ക് എരിവ് വേണ്ടി, ചിലർക്ക് എരിവ് വേണ്ട. പിന്നെ കുരുമുളകിന് അത്യാവശ്യം എരിവ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നോക്കണം കേട്ടോ, ഓവറാവരുത്. ഓവറായാൽ അതൊരു വേറൊരു ഇതായിരിക്കും. പുളിയുള്ളതിനെ കൊണ്ട് വലിയ പ്രശ്നം വരില്ല, ചിലർക്ക് നല്ല ഉപ്പ് വേണ്ടി വരും. അതൊന്നും കൂടി നല്ല മിക്സാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നതിന് അളവ് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കുക. എത്രയാണ് നമ്മൾ സാധനം എടുത്തത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. ഞാനിതിലിതാ ഈ ഒരു കോപ്പയ്ക്ക് 1 കോപ്പ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പുളിവെള്ളം അതേമാതിരി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. പിന്നെ മല്ലിയില നമ്മൾ ഇപ്പോൾ ഇടും, ചിലർ അല്ലാത്തവർ ലാസ്റ്റ് ഇടാറുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ ഇടും കേട്ടോ. ഞാനിത് തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. ചിലർക്ക് ഇതുണ്ടോ നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല ഇതായിരിക്കുന്നത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കുറച്ച് കടുക്, അത് നിങ്ങളുടെ ചിലർക്ക് കടുക് ഓവറായിട്ട് വേണ്ടി വരും. പിന്നെ വറ്റൽമുളക് അതും കൂടി ഇട്ട് അത് നമുക്കൊന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്കതെടുത്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ള രസത്തിലേക്ക് ഒഴിക്കാം. നമ്മുടെ രസം റെഡി. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.